IFFTയും TIFFും തൃശൂരിന് സമ്മാനിച്ച ചലച്ചിത്ര സംസ്കാരത്തിന് ചെറുതല്ലാത്ത സംഭാവനകൾ നൽകി വിബ്ജിയോർ ചലച്ചിത്രോത്സവം ശ്രദ്ധേയമാകുന്നു. ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ട്. സ്വത്തന്വേഷണങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ആഘോഷമെന്ന് സംഘാടകർ അവകാശപ്പെടുന്ന വിബ്ജിയോർ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ ഡോക്യുമെന്ററി, ഹ്രസ്വകഥാ ചിത്രങ്ങൾ, ആനിമേഷൻ, മ്യൂസിക് വീഡിയോ, സ്പോർട്, എക്സ്പെരിമെന്റൽ വിഭാഗങ്ങളിലായി 180ഓളം ചെറുചിത്രങ്ങളാണ് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നത്. ചലച്ചിത്രോത്സവങ്ങളിലെ സ്ഥിരം വിഭവങ്ങളായ ഓപ്പൺ ഫോറം, മീറ്റ് ദി ഡയറക്ടർ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവയെ കൂടാതെ മ്യൂസിക് വീഡിയോ നൈറ്റ്, വില്ലേജ് വിബ്ജിയോർ, ക്യാമ്പസ് വിബ്ജിയോർ എന്നീ പ്രത്യേക വിഭവങ്ങളും 5 ദിവസം നീളുന്ന ഉത്സവ കാഴ്ചകളിൽ ഉൾപ്പെടുന്നു. കച്ചവട സിനിമാ പ്രവർത്തകർ സാധാരണയായി അയിത്തം കൽപ്പിക്കുന്ന ദളിത് യാഥാർത്ഥ്യങ്ങൾക്കും ആദിവാസി ജനതയുടെ സ്വത്ത പ്രശ്നങ്ങൾക്കും മഴവിൽ മേളയുടെ സംഘാടകർ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ മേളയുടെ പ്രധാന പ്രമേയം ഊർജ്ജമാണ്. ഈ വിഭാഗത്തിൽ 30ഓളം ചിത്രങ്ങൾ ഡോക്യുമെന്ററി, ഫിക്ഷൻ വിഭാഗങ്ങളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതിനു പുറമെ ദേശീയ ഊർജ്ജ സെമിനാറും ഉത്സവത്തെ സമകാലിക പ്രസക്തി കൊണ്ട് ശ്രദ്ധേയമാക്കുന്നു. വർത്തമാന കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന നിലയിലാണ് ഊർജ്ജമെന്ന വിഷയത്തിനായി ഈ വർഷം മഴവിൽ മേളയുടെ ദിനരാത്രങ്ങൾ നീക്കിവെച്ചതെന്ന് മേളയുടെ മുഖ്യ സംഘാടകനായ തൃശൂർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട് പറഞ്ഞു. നമുക്കിവിടെ കറണ്ട് കട്ടുള്ളപ്പോഴും പവർ കട്ടുള്ളപ്പോഴും വലിയ വലിയ ബോർഡുകളൊക്കെ അതിനും ഒരു പൂരത്തിനും പെരുന്നാളിനും എല്ലാത്തിനും നമ്മൾ ഊർജ്ജം യാതൊരു കണക്കും വെക്കാതെ തന്നെ ചെലവഴിക്കാൻ കൊടുക്കുകയും ഇവിടെ വീണ്ടും ജലവൈദ്യുത പദ്ധതി വേണമെന്ന് പറയും. ആ ജലവൈദ്യുത പദ്ധതികളുടെ പേരിൽ ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയും താപനിലയങ്ങൾ വേണമെന്ന് പറയും, ആണവ നിലയങ്ങൾ വേണമെന്ന് പറയും. അതിൻ്റെ പേരിലൊക്കെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കുടിയൊഴിക്കപ്പെടുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാര്യമായിട്ട് കരുതിയിട്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജത്തിൻ്റെ പ്രതിസന്ധി എന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ വായിക്കുകയും ദേശീയ തലത്തിൽ തന്നെ ഊർജ്ജ ഒരു പോളിസി ഉണ്ടാക്കണമെന്നും പ്രതിസന്ധി എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഊർജ്ജം വിഷയമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4 വർഷം മുമ്പ് വരെ തൃശൂരിനെ തീർത്തും അന്യമായിരുന്ന ചലച്ചിത്രോത്സവങ്ങളെ പൂരനഗരിയിൽ കൊണ്ടുവന്ന IFFTയ്ക്കും IFFTയിൽ നിന്നും പിരിഞ്ഞുപോയ ടിഫിനും കഴിയാതെ പോയ ധീരമായ ചുവടുവെപ്പാണ് മഴവിൽ മേളയിലൂടെ സംഘാടകർ നടത്തിയിരിക്കുന്നത്. വലിയ ചിത്രങ്ങളുടെ ഉത്സവങ്ങളിൽ ചെറിയൊരിടം പോലും നേടാനാകാതെ പോകുന്ന കുഞ്ഞു ചിത്രങ്ങൾക്കും പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളായ ഡോക്യുമെന്ററികൾക്കും ചെറുതല്ലാത്തൊരിടം നൽകിയെന്ന ധീരത. TCV വാർത്ത, തൃശൂർ.